ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അവർക്ക് സംഭവിച്ചത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് ഉണ്ടായത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു മാറ്റം സംഭവിച്ചത്. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് ആവാനാണ് കൂടുതൽ സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ അത്രയും ഡീപ്ലി ആയിട്ട് പരസ്പരം കണ്ടുകൊണ്ടിരുന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാലാവധി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് നിസ്സാരമായിട്ടുള്ള ആഴ്ചകളോ മാസങ്ങളോ ഒന്നും ആയിരിക്കില്ല, ഒരുപാട് വർഷങ്ങൾ തന്നെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. നമ്മളൊരു ലോങ് ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള സപ്പോർട്ട് ആയിക്കോട്ടെ, അത്രയധികം ഡീപ്ലി കമ്മിറ്റഡ് ആയിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെയായിരിക്കും. അപ്പം അത്രയും സ്ട്രോങ് ബോണ്ടിങ് ആയിട്ടുള്ള കുറച്ചധികം നാളുകൾ പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനായിട്ടായിരിക്കാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് യാതൊരു ഐഡിയയും തരുന്നുണ്ടാവില്ല എന്താണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റസ് എന്താണ്, അവർ നിങ്ങളെ ആലോചിക്കുന്നുണ്ടോ, ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തൊരവസ്ഥയായിരിക്കാം. കാരണം അത്രയധികം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതായത് ഒരിക്കൽ ഇതൊരു ഡിവൈൻ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഇതിനകത്ത് ആ ഒരു ഡിവിനിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിവിനിറ്റി ഇല്ല. മാത്രമല്ല ഇത് കൂടുതലായിട്ടും റൺ ചെയ്യുന്നത് ആ ഒരു ഈവിൾ ഫോഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിപ്പോൾ ആ ഒരു ദൈവാംശം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി ഇല്ല എന്നുള്ളതാണ്. അതായത് വളരെ തെളിഞ്ഞൊരു ആകാശം, ക്ലിയർ സ്കൈ, അവിടെ കാർമേഘങ്ങൾ വന്ന് നിറഞ്ഞു നിന്നാൽ എന്തായിരിക്കും അവസ്ഥ, നമുക്കൊന്നും കാണാൻ സാധിക്കില്ല, മൊത്തം ഇരുട്ട് വീണ ഒരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു സ്കൈയുടെ മനോഹാരിത അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു തരത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സ്റ്റേറ്റസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് തന്നിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഈ ഒരു തരത്തിൽ അവരെവിടെ പോയി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ടോ ഇപ്പോഴും എന്ന് പോലും നിങ്ങൾക്കൊരു തിരിച്ചറിവില്ലാതെ മാറിയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ല, അല്ലാതെ നോർമലി ഉള്ള ഒരു ലവേഴ്സ് ആ ഒരു ടൈപ്പിലൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിത് ചിലപ്പോൾ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളല്ലാതെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവർ അറിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ലൈഫ് കണ്ടിട്ട് വേണമെങ്കിൽ ഒരുപാട് പേര് അസൂയപ്പെട്ടിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെയ്ഡ് ഫോർ ഈച്ച് അതർ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ കൂടുതലായിട്ടും ഇത് മറ്റുള്ള വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന വ്യക്തികളായിരിക്കാം. ഈ പറയുന്ന വ്യക്തികളൊന്നും ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഉണ്ടാവണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഇത്രത്തോളം വേഴ്സ് ആക്കിയതിൽ ഇവർക്കും ഒരു പങ്കുണ്ടാവാം. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഒരുപാട് ആനുകൂല്യം കാണിച്ച് അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടൊക്കെ തന്ന് രണ്ടുപേരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആവശ്യം വന്ന സമയത്ത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പാര വെച്ചിട്ടുള്ളതും ഇതുപോലെ അന്ന് സപ്പോർട്ട് കാണിച്ചു നിന്ന വ്യക്തികൾ തന്നെയായിരിക്കാം.
അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നു, നിങ്ങളുടെ ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു. അവർക്കും മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാം, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആ ഒരു വ്യക്തിക്കും ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മറ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ വൈസ് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പക്ഷെ നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുത്തി വെച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മേ ബി ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ചെയ്ത് നിന്നിരുന്നവരൊക്കെ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പ്രധാന വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആ ഒരു ഫെമിനിൻ എനർജി തന്നെയാണ് കാണുന്നത്. അപ്പോൾ കൂടുതൽ പേർക്കും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻ ബിറ്റ്വീൻ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ലേഡി തന്നെയായിരിക്കും. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ ഒരു തേർഡ് പാർട്ടി, ഈ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലോസ് സർക്കിൾ, ഫ്രണ്ട് സർക്കിളിനകത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുൻപായിട്ട് ഈ ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത്രയധികം അവരുടെ ലൈഫിൽ സ്വാതന്ത്ര്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ കടന്നുവരവോടുകൂടി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു വ്യക്തികൾ ഇതിനകത്ത് ഉണ്ടാവാം. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പുകഴ്ത്തി പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തികൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്കായിരിക്കാം കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇവരുടെ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ അവർക്ക് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമല്ല സാധിച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് നടത്താനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ അല്ലാതെ കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളെക്കുറിച്ചുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രമേലുണ്ടാവില്ല, എങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം നിങ്ങളെക്കുറിച്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചിലർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയത് വളരെ സഡൻലി ആയിരിക്കാം. നിങ്ങൾ പോലും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സമയത്ത് പെട്ടെന്ന് വാനിഷായി പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനി മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് കോൺടാക്റ്റ് കിട്ടിയ ഒരു സമയത്ത് നിങ്ങളെ ഒട്ടും ഫേവർ ചെയ്യാത്തൊരു രീതിയിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളത്തെ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരിക്കൽ പോലും ആ ഒരു വ്യക്തി പറയാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇവരുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വീഴും, അല്ലെങ്കിൽ ഇത്രയും റൂഡായിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതായത് കൂടുതലായിട്ട് ചിന്തിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു മെൻ്റൽ ബ്ലോക്കേജ് വന്നിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് അവരുടെ മനസ്സിനകത്ത് കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷൻ വിട്ട് പുറത്ത് വരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻസോ കാര്യങ്ങളോ ഒക്കെ മാത്രമായിരിക്കില്ല, ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സണെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തി കടന്നു വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഈവിൾ സാന്നിധ്യം കാണുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം ഈ ഒരു വ്യക്തിയോട് തുറന്ന് പറഞ്ഞ് ക്ലിയർ ആക്കാനായിട്ടുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം ക്ലിയർ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഇവർ തിരിച്ചു വരിക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ടൈമാണ് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് മുഴുവൻ കേൾക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരിക്കൽ കൂടി വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് സമയം കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരിക്കാം ചിലപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കാലത്ത് അവരുടെ ഒരു വേൾഡായിട്ട് കണ്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്, നിങ്ങളില്ലാതെ അവരൊന്നുമല്ല എന്നവർ പറയുക മാത്രമല്ല ആ ഒരു രീതിയിൽ തന്നെ മനസ്സിൽ നിങ്ങളെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്ലേസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് ഇപ്പോഴും ആ ഒരു സ്നേഹം നിങ്ങളോടുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനേക്കാൾ ഉപരിയായിട്ട്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് കൂടുതലായിട്ട് ഒരു മിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മൂൺ എനർജിയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഒന്നും അവർക്ക് ക്ലിയർ ഇല്ല, ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്, ടെൻഷൻ ഉണ്ട്, സംസാരിച്ച് തീർക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ അവരിപ്പോഴും ആ ഒരു ട്രാപ്പിനകത്താണ്. ആ ഒരു തേർഡ് പാർട്ടി എന്താണോ അവർക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു ട്രാപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ
അവർ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിർബന്ധപൂർവ്വമായിട്ട് അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ അവർ കറൻ്റ്ലി ആരെയും അധികം വിശ്വസിക്കാത്തൊരു എനർജിയിലാണ്. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് കൂടിയാണെന്നുണ്ടെങ്കിൽ പോലും അത്രയധികം അവർ പറയുന്നതൊന്നും അവർ കേൾക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവിടെ നിന്ന് പോരാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ വാക്കുകൾക്കൊന്നും വലിയ പ്രാധാന്യം ആൾ കൊടുക്കുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു സമയം അവർ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് അവരെ തന്നെയാണ്. മറ്റാരെയും ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഈ ഒരു പേഴ്സൺ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ള ഒരു സോളിറ്റ്യൂഡ് മൈൻഡിലാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവരുടെ മനസ്സിനകത്തുണ്ട്. ഇതൊന്നും ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയ ആരുമില്ല എന്ന് തന്നെ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ ട്രീ ഒറാക്കിൾ കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ ലോസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടായ ആ ഒരു നഷ്ടം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോടുണ്ടായിരുന്ന ഇമോഷൻസ് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്തു പോയ ഒരു അവസ്ഥയാണ് ആ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമ കാലഘട്ടം. അതുപോലെ തന്നെ കറൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നുള്ള കാർഡാണ്. അതായത് ഇവരിപ്പോഴും നിങ്ങളുമായിട്ട് ഡിറ്റാച്ച് ചെയ്ത് മാറി നിൽക്കുന്നു. രണ്ടുപേരും രണ്ട് സോണിലാണ്, പരസ്പരം എൻട്രി ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടില്ല. രണ്ടുപേരും മാറി മാറി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് നോക്കിയാലും ആ ഒരു ട്രൂത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ കാരണം കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിലും ഒരിക്കൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു പേഴ്സൺസ് രണ്ട് പാത്രമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിലുള്ള സത്യം എന്ന് പറയുന്നത് ഒരിക്കൽ തെളിയും എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങളെ കുറ്റം വിധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള മാനിപ്പുലേഷൻസിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തുള്ള ആ ഒരു സത്യം നാളെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നൊന്നും പറയാതെ പോയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് സഫറിങ്സ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പെയിനുണ്ട്. എപ്പോഴാണോ ഇതിൻ്റെ ഒരു സത്യം തെളിയുക, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുക, അപ്പം മാത്രമേ നിങ്ങളുടെ മനസ്സിനകത്ത് റിലീഫ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പരിധിവരെ ഇതിനെ ഓവർകം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതൊക്കെ തെളിയുമെന്നൊരു പ്രത്യാശയോടെ പോകുന്നവരായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു നെരിപ്പോട് പോലെ ഈ ഒരു പെയിൻ നിങ്ങളുടെ മനസ്സിനകത്ത് കിടന്ന് നീറുന്നുണ്ടാവാം. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് പൂർണ്ണമായിട്ട് പുറത്ത് കിടക്കാൻ സാധിക്കില്ല. അങ്ങനെ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ളൊരു അവസരം ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടൊരു സമയം കിട്ടണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്ത് അറിയാം, അവർ ഏതറ്റം വരെ പോകാൻ മടിയില്ലാത്ത ഒരു പേഴ്സണാലിറ്റി ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്, ഇതൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ നിരപരാധിത്വം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആരും സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല, നിങ്ങൾ ഒറ്റക്കായിരിക്കാം, അതൊരിക്കലും തെളിയണം. അല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്, നിങ്ങളുടെ കഷ്ടപ്പാട് കാണാനുള്ളൊരു കണ്ണ് യൂണിവേഴ്സ് നിങ്ങളോട് കാണിക്കും എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു പ്രാർത്ഥന. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവോൾവ്മെൻറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർ പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഒരുപാട് മാറ്റം ആ ഒരു പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഫിസിക്കലി ഇപ്പോൾ അവർക്ക് അവിടെ നിന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല, ആ ഒരു സിറ്റുവേഷനകത്ത് സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ കൂടി മെൻ്റലി അവരിപ്പോൾ അവരുടേതായ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റു വ്യക്തിയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസമോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇവർക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും അവരിലുള്ള ട്രസ്റ്റ് ഈ ഒരു പേഴ്സണ് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ മറ്റാരെയും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാതെ ആ ഒരു സോളിറ്റ്യൂഡ് എനർജിയിൽ മാറി നിൽക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കൂടി നമുക്ക് വളരെ വിസിബിളായിട്ട് വന്നിട്ടുള്ളൊരു സ്പ്രെഡാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എത്ര ഇരുട്ടോ കാർമേഘങ്ങളോ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ആര് വേണമെങ്കിലും ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നാളെ ഇതെല്ലാം മാറിപ്പോകുമെന്നുള്ളതാണ്. കാരണം ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു ട്രൂത്തിന് മുൻപിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രത്തോളം എന്ത് ഹീനപ്രവർത്തികൾ ചെയ്യാനും മടിയില്ലാത്ത പേഴ്സൺസ് ആണെന്ന് അറിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിലാണെന്നുണ്ടെങ്കിലും അത്രയും ആളുകളൊക്കെ ഭയപ്പെട്ട് വരുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
ഏതെങ്കിലും തരത്തിലൊരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്ന ഒരു ഫാക്ടറോ അപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ കണ്ണിൽ അവർ നമ്മളുടെ ശത്രുവായിട്ട് വന്നിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വന്നിരിക്കുന്നു എന്നാണെങ്കിൽ പോലും ഇതെല്ലാം ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പോയിലറായിട്ട് ഇവർ കയറി വരണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഓരോരോ വേഷം കെട്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്. പക്ഷേ അതിന് തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെന്ത് വിചാരിച്ചു കഴിഞ്ഞാലും അതിന് തകർക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് ആ ഒരു ഫ്യൂച്ചർ സിറ്റുവേഷൻ കൂടി കാണാൻ കഴിയുന്നൊരു സ്പ്രെഡാണ്. എല്ലാ സ്പ്രെഡിനകത്തും നമുക്ക് ഫ്യൂച്ചർ കിട്ടണം എന്നില്ല, പക്ഷേ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരികയാണ്, ഉറപ്പായിട്ടും നമ്മളോട് പറയുകയാണ് ഇതിനകത്ത് നഷ്ടപ്പെട്ട ആ ഒരു നീതി, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ആ ഒരു നീതി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ ലൈഫിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും നാളെ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് കടന്നു വരും എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പോലും നിങ്ങളുടെ പേഴ്സണ് ഒന്ന് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് ഒന്ന് ഒതുങ്ങി മാറാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിലേക്ക് ഒതുങ്ങി മാറാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് പതിയെ അവർ ഡിറ്റാച്ച് ആവാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സ് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം ഇവരിതിനകത്ത് ട്രാപ്പ് ചെയ്തിടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു കുരുക്കിൽ നിന്ന് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു കോൾ എന്നുള്ളൊരു കാർഡാണ്, അത് യൂണിവേഴ്സിൻ്റെ കോളാണ്. ആ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വ്യക്തികളെ ആയിക്കോട്ടെ, ഏത് ഇരുട്ടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അത് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകാശം പുറത്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നമ്മളിവിടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ മറ്റേതെങ്കിലും ഒരു ഫാക്ടറോ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. തീർച്ചയായിട്ടും വ്യക്തികൾ തന്നെയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള മാനിപ്പുലേഷൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുന്നത്. പക്ഷേ ഏത് പോയിന്റിലാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത്, നാളെ ആ ഒരു പോയിന്റിലേക്ക് തന്നെ അവർ കറങ്ങിത്തിരിഞ്ഞെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിരപരാധിത്വം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കൂടെ ആരും ഉണ്ടാവണമെന്നില്ല, നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് സപ്പോർട്ടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉള്ളവരായിരിക്കാം. അപ്പോഴൊന്നും നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ടെന്ന് ആവശ്യമില്ല, കാരണം എല്ലാം ഗൈഡ് ചെയ്യുന്നത് മുകളിലുള്ള ആ ഒരു പവറാണ്. അപ്പോൾ അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ വിഷമങ്ങളും കാര്യങ്ങളും ഏൽപ്പിക്കുക. നമ്മളുടെ ഭാഗത്ത് ആ ഒരു സത്യസന്ധതയുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കാണിച്ചിരുന്ന സ്നേഹം കളങ്കമില്ലാത്തതായിരുന്നെങ്കിൽ നമുക്കതിൽ ഭയപ്പെടേണ്ടെന്ന് യാതൊരു കാര്യമില്ല. നമ്മളുടെ ആ ഒരു എല്ലാ ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും നമ്മളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നൊരു സമയത്ത് നമ്മൾക്ക് അർഹതപ്പെട്ടത് നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് നിങ്ങളുടെ റിലേഷനുമായിട്ട് മാച്ച് ആയിട്ടുള്ള സംഭവമാണോ എന്നുള്ളത്. കാരണം ഇപ്പോൾ എല്ലാവരും ആ ഒരു പാർട്ട്ണറുമായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാവണമെന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലായിടത്തും വ്യക്തികളായിരിക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലുള്ള വ്യക്തികളെയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെങ്ങനെയുള്ളവരും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മടങ്ങിയെത്തും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സാഹചര്യത്തിലാണ്, അവർ നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്നുള്ളൊരാഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക, നിങ്ങൾ ആ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.